നമുക്കിപ്പോൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ സൈനപ്പ് പേജിലോട്ട് വന്നു. ഇനി സൈനപ്പിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോം പേജിലോട്ട് ഡയറക്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഹോം പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലിബില് പുതിയൊരു ഡാർട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഹോം പറഞ്ഞിട്ട് ഹോം ക്രിയേറ്റ് ചെയ്തു. സെയിം നേരത്തെ ചെയ്ത പോലെ വോയിഡ് മെയിൻ റണ്ണാപ്പിന് ഞാൻ പേര് കൊടുത്തു ഹോം സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഹോം കൊടുത്തു. ദെൻ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ഹോം പേജ് കൊടുത്തു. ദെൻ ഇവിടെ മെറ്റീരിയൽ ആപ്പ് ആക്കണം. മെറ്റീരിയൽ ആപ്പ് കൊടുത്തു. ദെൻ നമുക്ക് ഇവിടെ സ്കഫോൾഡ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ തീം ഡാറ്റ സെറ്റ് ചെയ്യണം. മെറ്റീരിയൽ ആപ്പിൻ്റെ ഉള്ളിൽ തീം ഡാറ്റ കൊടുക്കാം. നമ്മൾ തീം ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്. തീം കൊടുത്തു. ഹോമിൽ ഈ ഒരു ക്ലാസ് വെച്ചിട്ട് അതിനെ കോൾ ചെയ്തു. ഇനി സ്കഫോളിനുള്ളിൽ നമുക്ക് എന്ത് കൊടുക്കണം? സ്കഫോളിനുള്ളിലാണ് നമുക്കിനി ഡ്രോയർ ഒക്കെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആപ്പ് ബാർ സെറ്റ് ചെയ്യണം. ആപ്പ് ബാർ കൊടുത്തു. ആപ്പ് ബാർ വിഡ്ജറ്റ് കൊടുത്തു. അതിൽ ടൈറ്റില് ടെക്സ്റ്റ് ഹോം എന്ന് കൊടുത്തു. ഹോം. ഇനി ആപ്പ് ബാറിന് ശേഷം ഇവിടെ നമുക്ക് ഡ്രോയർ കൊടുക്കാം. ഡ്രോയർ എന്ന് പറഞ്ഞ വിഡ്ജറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഡ്രോയർ കൂടി ഇവിടെ കൊടുക്കാം. ഡ്രോയർ. ഈ ഡ്രോയറിൻ്റെ ഉള്ളിൽ അടുത്ത കൊടുക്കേണ്ടത് ചൈൽഡ് ആണ്. ഡ്രോയറിൻ്റെ ഉള്ളിൽ ചൈൽഡ് കൊടുക്കാം. ചൈൽഡില് ലിസ്റ്റ് വ്യൂ കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ പാഡിങ് എഡ്ജ് ഇൻസ്റ്റൻസ് കൊടുക്കാം. .0. ദെൻ നമുക്ക് ചിൽഡ്രൻ കൊടുക്കാം. ചിൽഡ്രൻ്റെ ഉള്ളിൽ ഡ്രോയർ ഹെഡ് ഉണ്ട്. ആ ഒരു ഡ്രോയർ ഹെഡിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ ഡെക്കറേഷൻ ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഡെക്കറേഷൻ ബോക്സ് ഡെക്കറേഷൻ കളർ. ഞാനൊരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലൂ കൊടുക്കുക. ബ്ലൂ കൊടുത്തു. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചൈൽഡിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കണം? ടെക്സ്റ്റിൽ ഞാൻ കൊടുക്കുന്നത് പ്രൊഫൈൽ കൊടുത്തു. ഓക്കെ. ഇനി പ്രൊഫൈലിൻ്റെ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഫൈൽ സ്റ്റൈൽ ആണെങ്കിൽ പ്രൊഫൈൽ കോമ സ്റ്റൈൽ ടെക്സ്റ്റ് സ്റ്റൈൽ കളർ. ഞാൻ എന്ത് കൊടുത്തു? ഒരു കളർ കൊടുത്തു. ഞാനൊരു ബ്ലാക്ക് കൊടുത്തു. ബ്ലാക്ക്. ഫോണ്ട് സൈസ് ഞാനൊരു 25 കൊടുത്തു. ഓക്കെ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു. ടെക്സ്റ്റിനൊന്ന് സ്റ്റൈൽ ചെയ്തതാണ്. ടെക്സ്റ്റ് സ്റ്റൈൽ വെച്ചിട്ട് കളർ കൊടുത്തു. ദെൻ ഫോണ്ട് സൈസ് കൊടുത്തു. ഓക്കെ. ഇത് നമുക്ക് ഡ്രോയർ ഹെഡറാണ് ഇത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ, പ്രൊഫൈലിന് പകരം ഞാൻ ജസ്റ്റ് വെൽക്കം എന്ന് കൊടുത്തു. വെൽക്കം. ഓക്കെ. ഇത് നമുക്ക് ലിസ്റ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. നമുക്ക് ലിസ്റ്റ് ആയിട്ട് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അത് അത്രയും നമുക്ക് ലിസ്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കാം. ഇതിന് താഴെ ലിസ്റ്റ് ടൈൽ കൊടുക്കുക. ലിസ്റ്റ് ടൈലിൻ്റെ ഉള്ളിൽ ലീഡിങ് ഐക്കണിൽ ഞാൻ ഐക്കൺസ് ഡോട്ട്. ഞാനിപ്പോൾ ഒരു ഹോമിൻ്റെ ഐക്കണാണ് കൊടുക്കുന്നത്. ഹോം കൊടുത്തു. ടൈറ്റിൽ ടെക്സ്റ്റ് ഹോം. ലീഡിങ് കൊടുത്തു. ദെൻ ഐക്കൺ കൊടുത്തു. ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ നമുക്കിനി എന്ത് കൊടുക്കണം? ഇവിടെ നമുക്ക് ഓൺ ടാപ്പ് കൊടുക്കണം. ഓൺ ടാപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ. ഇത്രയും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് സൈനപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഹോമിലേക്ക് വരുമ്പോൾ എന്താ ഡിസൈൻ വന്നേ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ സൈനപ്പിൽ ആദ്യം നമുക്ക് എന്ത് കൊടുക്കണം?
ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നിടത്ത് നാവിഗേഷൻ കൊടുക്കണം. ബട്ടൺ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ എന്ത് കൊടുക്കണം? നാവിഗേറ്റർ ഡോട്ട് പുഷ്. നാവിഗേറ്റർ പുഷിൽ കോണ്ടെക്സ്റ്റ് കൊടുത്തു. ഇവിടെ നമുക്ക് റൂട്ട്, ഇവിടെ മെറ്റീരിയൽ പേജ് റൂട്ട് കൊടുക്കാം. ഇവിടെ കോണ്ടെക്സ്റ്റ് എനിക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പേര്, ഞാനിപ്പോൾ എങ്ങോട്ടാ പോകണത്, എനിക്ക് ഹോമിന്റെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിന്റെ പേരാണ് കൊടുക്കേണ്ടത്. ആ ഒരു പേര് ഞാൻ എവിടെ കൊടുത്തു? അവിടെ കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ലാസ്റ്റ് സെമിക്കോളൻ. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇത് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഹോമിന്റെ പേര് വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ദെൻ നമുക്ക് സൈനപ്പിന്റെ പേജിൽ നിന്ന് റൺ ചെയ്ത് നോക്കാം. സൈനപ്പിന്റെ പേജ് വന്നിട്ടുണ്ട്. ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വന്നു? ഒരു ഹോം പേജ് വന്നു. ഹോം പേജിൽ ഇവിടെ കണ്ടോ, ഡ്രോയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് ഡ്രോയർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ത് വന്നില്ല? നമുക്കൊരു ആപ്പ് ബാർ വന്നില്ല. അപ്പോൾ ആപ്പ് ബാറിന് എന്ത് കൊടുക്കണം? ജസ്റ്റ് ഒരു കളർ കൊടുക്കാം. നമുക്ക് ആ ഒരു ഹോം പേജിൽ ആപ്പ് ബാറിന് കളർ കൂടി സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ എന്ത് കൊടുത്തു? ഗ്രീൻ തന്നെ കൊടുത്തു. ഗ്രീൻ കൊടുക്കുക, റീഫ്രഷ് ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അതിന് ചെക്ക് ചെയ്യാം. കണ്ടോ, ഹോം വന്നു. ഇവിടെ ഈ ഒരു ഓപ്ഷൻ വന്നു. ഇതാണ് ഡ്രോയർ. ഇവിടെ ഐക്കൺ, ഇതാണ് ഐക്കണിൽ ഹോം വന്നു. ഓക്കെ, ഇനി എനിക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും? നമ്മൾ ഡ്രോയറിന്റെ താഴെ പുതിയൊരു ലിസ്റ്റ് ടൈൽ ഉണ്ടാക്കും. കോമ കൊടുത്തിട്ട് പുതിയ ലിസ്റ്റ് ടൈലിനുള്ളിൽ ലീഡിങ്ങിൻ്റെ അവിടെ ഐക്കൺസ് ഡോട്ട് പേഴ്സൺ. അത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ടൈറ്റിൽ, ടെക്സ്റ്റ്, പ്രൊഫൈല്, ഓൺ ടാബ്. ഓക്കെ, നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് എന്താ ഡിസൈനിൽ ചേഞ്ച് വന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് വന്നു? ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ, ഹോമും വന്നു, പ്രൊഫൈലും വന്നു. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഡ്രോയർ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്നത് ഈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഫൈലിന്റെ ഡിസൈൻ കാണിക്കണം. അതാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഫൈലിന് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ന്യൂല് പ്രൊഫൈലിന് പേര് കൊടുക്കാം, പ്രൊഫൈൽ. ഓക്കെ, ഇനി പ്രൊഫൈൽ നമുക്ക് ഫസ്റ്റ് സെയിം കോൺസെപ്റ്റ് കൊടുക്കാം, വോയിഡ്. നമ്മൾ അത്രയും കൊടുത്തിട്ടുണ്ട്. റൺ ആപ്പ് കൊടുത്തു, സ്റ്റൈലസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ തീം ഡാറ്റ കൊടുത്തു, ദെൻ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ആപ്പ് ബാർ കൂടി സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്പ് ബാർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ബോഡി പാർട്ട് ഓപ്പൺ ചെയ്യണം. ബോഡി ഓപ്പൺ ചെയ്യാം. ബോഡിയിൽ കോളം കൊടുക്കുക, ചിൽഡ്രൻ കൊടുക്കുക. നമുക്ക് ഇവിടെയാണ് ചെയ്യാനുള്ളത്. ചിൽഡ്രൻ്റെ ഇവിടെ നമുക്ക് വിഡ്ജറ്റ് കൂടി എന്ത് ചെയ്യണം? കൊടുക്കണം, വിഡ്ജറ്റ്. ഓക്കെ, ഇനി ചിൽഡ്രൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഡിസൈൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു സർക്കിൾ ഇമേജ് ആണ് വരേണ്ടത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ കൊടുത്തു സർക്കിൾ അവതാർ കൊടുത്തു. അവതാറിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു റേഡിയസ് സെറ്റ് ചെയ്യാം. ഞാൻ റേഡിയസ് ഒരു 65 കൊടുത്തു. ദെൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ അകത്ത് നെറ്റ്വർക്ക് ഇമേജ് കൊടുക്കാം. ഇമേജിൻ്റെ അകത്ത് ഇവിടെ URL ആണ് കൊടുക്കേണ്ടത്. URL ഇല്ലാത്തതിൻ്റെ കൂടെ ഞാനിപ്പം ജസ്റ്റ് സിംഗിൾ കോഴ്സ് കൊടുത്തു. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞിട്ടൊരു സൈസ്ഡ് ബോക്സ്, കുറച്ച് സൈസ്, അതായത് ഡിസ്റ്റൻസ് കൊടുക്കാം. ഞാൻ സൈസ്ഡ് ബോക്സിൻ്റെ അകത്ത് ഹൈറ്റ് കൊടുത്തു. ഹൈറ്റ് ഞാൻ 15 കൊടുത്തു, 15. ഓക്കെ, ദെൻ നമുക്ക് ടെക്സ്റ്റിൻ്റെ അകത്ത് ഞാൻ ഇവിടെ നെയിം ആണ് വരേണ്ടത്. ഞാനൊരു പേര് കൊടുത്തു, നെയിം തന്നെ കൊടുത്തു. നെയിം കൊടുത്തു. ദെൻ കോമ, സ്റ്റൈൽ കൊടുത്തു. സ്റ്റൈല് ഞാൻ ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുത്തു. ടെക്സ്റ്റ് സ്റ്റൈലിൽ ഞാൻ ഫോണ്ട് സൈസ് കൊടുത്തു.
24 ഫോണ്ട് സൈസ് കൊടുത്തു. ഇനി ഫോണ്ട് വെയിറ്റ് ഞാൻ ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വിഡ്ജറ്റിൻ്റെ അകത്തുള്ള ബോൾഡ് ആണ് കൊടുക്കേണ്ടത്. ഫോണ്ട് വെയിറ്റ് ഡോട്ട് ബോൾഡ്. ഓക്കെ, അത് കൊടുത്തു. ഇതൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് നമുക്ക് എന്താ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം, റൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഡിസൈൻ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റൈൽ കൊടുക്കാം. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നെയിം കൊടുത്തു. ഇനിയിപ്പോൾ ഇമെയിൽ കൊടുക്കണം. അപ്പോൾ ഈ സെയിം ടെക്സ്റ്റ് എടുക്കുക, നമ്മൾ ഇമെയിൽ കൊടുത്തു. ഇമെയിൽ നമുക്ക് ബോൾഡായിട്ട് കാണിക്കണ്ട, കാരണം ഓൾറെഡി നമ്മൾ നെയിം കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ എന്താ ടെക്സ്റ്റ് സ്റ്റൈലിൽ കളർ കൊടുക്കാം. ഇത് മാറ്റിയിട്ട് ഞാൻ കളറാണ് കൊടുക്കുന്നത്. കളറ് ഗ്രേ, ഒരു ഗ്രേ കളറാണ് കൊടുക്കുന്നത്. ഗ്രേയിൽ ഞാൻ അതിൻ്റെ 600 അതിൻ്റെ സൈസ് കൊടുത്തു. സ്ക്വയർ ബ്രാക്കറ്റിൽ 600 ഞാൻ സൈസ് കൊടുത്തു. ഓക്കെ, നമുക്ക് ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇമെയിലിൽ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് എന്താ ഡിസൈനിൽ ചേഞ്ച് വന്നതെന്ന് നോക്കുമ്പോൾ ഇവിടെ എന്താ ഇമെയിൽ വന്നു. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ ചെയ്യണം. ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ ഞാൻ വേറൊരു ഡിവൈഡർ വെച്ചിട്ടാണ്. ഡിവൈഡർ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലൈന് വരും, അതിൻ്റെ താഴെ വേറെ പാർട്ടായിട്ടാണ് വരിക. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് കൊടുത്തു, സൈസ്ഡ് ബോക്സ് കൊടുത്തു. സൈസ്ഡ് ബോക്സിൻ്റെ അകത്ത് ഞാൻ ഹൈറ്റ് എത്ര സെറ്റ് ചെയ്യുന്നത്, ഹൈറ്റ് ഞാൻ 20 കൊടുത്തു. ഹൈറ്റ് 20 കൊടുത്തു. ദെൻ ഡിവൈഡർ ഞാൻ കൊടുത്തു. ഡിവൈഡർ താഴെയായിട്ട് ഞാൻ പ്രൊഫൈൽ ഇൻഫോ കാർഡാണ് കൊടുക്കുന്നത്. പ്രൊഫൈൽ ഇൻഫോ കാർഡ്. ഓക്കെ, അതിലെന്തുണ്ട്, ഐക്കൺസ് ഉണ്ട്. ഐക്കൺസിൻ്റെ അകത്ത് ഞാനിവിടെ ഐക്കൺസ് ഡോട്ട് ഞാനൊരു ഐക്കൺ കൊടുത്തു. ഫോണാണ് എൻ്റെ ഐക്കൺ കൊടുത്തു. ലേബല് ഞാൻ ഫോൺ കൊടുത്തു. ഇനി വാല്യൂവില് നമുക്കിവിടെ ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. തൽക്കാലം ഞാൻ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തു, ഇഷ്ടമുള്ള ഫോൺ നമ്പർ കൊടുത്തു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് എന്താ വന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെ വന്നു. ഡിവൈഡറായിട്ട് ആ ഡിസൈനിൽ എന്ത് ചെയ്തു, കുറച്ച് മോഡിഫിക്കേഷൻ വന്നു. ഇനി നമുക്ക് അടുത്ത പ്രൊഫൈൽ കാർഡ് കൊടുക്കാം. അടുത്ത ഞാൻ ഈ ഫോൺ നമ്പർ കൊടുത്തു. ഇനി ഇമെയിലിൻ്റെ ഒരു പ്രൊഫൈൽ കാർഡാണ് കൊടുക്കുന്നത്. ഐക്കൺ, ഇവിടെ ഒരു കോമ കൊടുക്കുക. ഐക്കൺ ഫോൺ നമ്പർ ഞാൻ ഇമെയിൽ കൊടുത്തു. ഇമെയിൽ ലാബില് ഇമെയിൽ കൊടുത്തു. ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു പേര് user@gmail.com ഒന്ന് റീഫ്രഷ് ചെയ്യുക. നമുക്ക് എന്താ വന്നേ ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് ആ ഒരു ഡിസൈൻ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അഡ്രസ്സാണ്. അഡ്രസ്സ് ഞാൻ കൊടുക്കും. അപ്പോൾ തൊട്ട് താഴെ പുതിയൊരു പ്രൊഫൈൽ കാർഡ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ പ്രൊഫൈൽ ഇൻഫോ കാർഡ് കൊടുത്തു. അതിനുള്ള ഐക്കൺസ് കൊടുത്തു. ഐക്കൺസ് ഞാൻ ലൊക്കേഷനാണ് കൊടുക്കുന്നത്. ലൊക്കേഷൻ ഓൺ ആണ് കൊടുക്കുന്നത്. ലൊക്കേഷൻ ഓൺ കൊടുത്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിമ്പിൾ കിട്ടും. ഈ ഒരു സിമ്പിൾ ഉണ്ടോ, അതാണ് കിട്ടുക. ദെൻ ഞാൻ ലാബിൻ്റെ അകത്ത് അഡ്രസ്സ് കൊടുത്തു. വാല്യൂവിൽ ഞാനൊരു അഡ്രസ്സ് കൊടുത്തു. ഇഷ്ടമുള്ള അഡ്രസ്സ് കൊടുക്കുക. ഞാൻ പ്ലേസ്, പോസ്റ്റ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അഡ്രസ്സ് കൊടുക്കാം. ഇപ്പം എന്താ ചേഞ്ച് വന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, അഡ്രസ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമ്മൾ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ ഡിസൈൻ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ ഈ പ്രൊഫൈൽ ഇനി എപ്പോഴാണ് വരേണ്ടത്, നമുക്ക് ഹോം പേജിൽ നിന്ന് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പേജിലോട്ട് വരേണ്ടത് അല്ലേ. അപ്പോൾ ഹോമിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഈ ഓൺ ടാപ്പിൻ്റെ ഉള്ളിൽ നാവിഗേഷൻ കൊടുക്കണം. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഈ ലോഗിലും സൈനപ്പിലൊക്കെ കൊടുത്ത പോലെ എന്ത് കൊടുക്കാം, നാവിഗേഷൻ കൊടുക്കാം. നാവിഗേഷൻ നമ്മൾ ആ ഒരു ഹോമിൽ പ്രൊഫൈലിൻ്റെ സ്ഥലത്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കൊടുക്കേണ്ടത് നമ്മളെ പ്രൊഫൈലിൻ്റെ പേരാണ്. പ്രൊഫൈലിൻ്റെ പേരെന്താ ഞാൻ കൊടുത്തിരിക്കുന്നത്, ഞാൻ പ്രൊഫൈൽ പേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പേര് നമ്മൾ അവിടെ കൊടുക്കും. ഇമ്പോർട്ട് ചെയ്യാൻ. ഓക്കെ,
ഇനി നമുക്ക് ഫസ്റ്റ് ലോഗിൻ മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ ലോഗിൻ വെച്ച് റൺ ചെയ്തു. നമുക്കൊരു ലോഗിൻ പേജ് വന്നിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈനപ്പിന്റെ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി സൈനപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോം പേജിലോട്ട് വന്നിട്ടുണ്ട്. ആ ഡ്രോയറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈൽ പേജ് ഓപ്പൺ ആയി വന്നു അല്ലേ. ഇനി ഇവിടെ ജെൻഡർ കൊടുക്കാനുണ്ട്. അപ്പം നമുക്കിവിടെ ജെൻഡർ കൂടി എന്ത് ചെയ്യാം കൊടുക്കാം. നമുക്കിവിടെ പ്രൊഫൈൽ പേജിൽ ഇമെയിലിന് പകരം അവിടെ ജെൻഡർ കൊടുക്കാം. നെയിമിന് താഴെയായിട്ട് ജെൻഡർ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ജെൻഡർ, ഒരു ഫോട്ടോ, നെയിം, ജെൻഡർ, ഫോൺ, ഇമെയിൽ, അഡ്രസ്, അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡിസൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിനെ നമുക്കിനി എന്ത് ചെയ്യണം? ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യാനുണ്ടാവും. ഇപ്പം നമ്മൾ ബേസിക് സ്ട്രക്ചർ പോലെ നമ്മൾ ആ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഫ്ലട്ടർ വെച്ചിട്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് എൻഡായിട്ട് കണക്ട് ചെയ്യുന്ന ഫംഗ്ഷനൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്.